ഏജന്റ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് കർണാടകത്തിലെ ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിലാണ്, മാക്കൂട്ടത്താണ്. കഴിഞ്ഞ ദിവസം കേരള കർണാടക അതിർത്തി പങ്കിടുന്ന അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഒരു വീട്ടമ്മയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അവരെ സാഹസികമായിട്ടാണ് ഇവിടെ ഉള്ളവർ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അപ്പോൾ അവരെടുത്ത ആ ഒരു സാഹസിക എന്താണെന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടി ഒരു യാത്ര പോവുകയാണ്. അവരെങ്ങനെയാണ് രക്ഷിച്ചത് എന്നുള്ളത്. ഈ ജീപ്പ് നമ്മുടെ മെമ്പറുടേതാണ്. മെമ്പറുണ്ട്, പുഴയിലൂടെ നീന്തി വന്ന 2 നാട്ടുകാരുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെ ജീവൻ പണയം വെച്ചിട്ടാണ് ആ വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ടിങ്ങിനാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്ക് ആ യാത്രയിലേക്ക് പോകാം. നമ്മോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരും ഉണ്ട്, ബ്ലോക്ക് മെമ്പർമാർ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. നമുക്ക് ആ ദുരിത യാത്ര എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വാ. ആന നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുവാ. ഇത് സാധാരണ ഇവർ പ്രതീക്ഷിക്കുന്ന ഫോറസ്റ്റിനകത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുക. അപ്പോൾ അത് ആണ് ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റാണ്ട് വന്നേ. അപ്പോൾ ഇവർ ഇവിടുന്ന് കയറി വന്ന് ഈ സത്യുണ്ണൻ ഇതിനകത്ത് കുളിക്കുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ചേട്ടൻ. അപ്പോൾ അവരും കണ്ടിട്ടില്ല. ആന ഇവിടുന്ന് വന്ന് പട്ടി വരയ്ക്കുന്ന പട്ടിക്കൂട് നേരെ ആന ഓടി വന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വന്ന് ഇവിടെ തട്ടിയിട്ടു. എന്നിട്ട് തട്ടിയിട്ടപ്പോഴത്തേക്കിനെ പുള്ളിക്കാരൻ വച്ചിട്ട് പട്ടി വച്ചിട്ടപ്പോൾ ആന അങ്ങോട്ട് പോയി, ഫോറസ്റ്റിനകത്തേക്ക് പോയി. ഇവരുടെ കാരച്ച പുഴയ്ക്ക് അക്കരെയുള്ള നമ്മുടെ അക്കരെയുള്ള വീട്ടുകാർ കേട്ടിട്ടാണ് അവർ വിളിക്കുന്നത്. പുഴയ്ക്ക് അക്കരെയുള്ള വീട്ടുകാർ കേട്ടാണ് വിളിക്കുന്നത്. അപ്പം വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അവിടുന്ന് നമ്മുടെ കടക്കലുണ്ടായിരുന്ന ജോജോയും ബാബു പിന്നെ രജീഷും 3 പേര് പെട്ടെന്ന് അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് വേഗം വന്ന് പുഴ നീന്തി ഇക്കര കടന്ന് ഇവിടെ വന്ന് നമ്മൾ അവിടെ കണ്ടില്ലേ ആ കസേരയിൽ അവരെ എടുക്കുക ചെയ്തത്. ഈ സമയത്ത് ഈ പുഴ നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ അതിസാഹസികമായ കാര്യമാണ്. വെച്ചാൽ അവരുടെ ഒരു നല്ല മനസ്സാണ് ഇവരെ രക്ഷിക്കാൻ പ്രധാനപ്പെട്ട കാര്യം. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയ വഴിയിലൂടെയൊക്കെയാണ് നമ്മൾ വന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ഇവരിവിടുന്ന് ആ വീട്ടമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതിൻ്റെ നേർക്കാഴ്ചകളാണ് നമ്മൾ ആദ്യം തന്നെ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടുന്ന് ആ വീട്ടമ്മയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ഈ 2 കുടുംബങ്ങളും വളരെ ഭീതിയിലാണുള്ളത്. ഈ ഒരു അവസരത്തിൽ എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ പറയാനുള്ളത്? ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ളപ്പോൾ ഒന്ന് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്, വാർഡ് മെമ്പറുടെ സമയോചിതമായൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ടാണ് അവരെ നമുക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത്. ഒപ്പം പുഴ നീന്തി കടന്ന് സാഹസികമായിട്ട് ഇവിടെ കടന്നു വരികയും ഇവരിവിടുന്ന് 1 കിലോമീറ്ററോളം ചുമന്ന് അപ്പുറം റോഡിലെത്തിക്കാനായിട്ടൊക്കെ സഹകരിച്ച നല്ല സുമനസ്സുകളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു. ഇത് പറയാനായിട്ടുള്ളത്, കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെ റവന്യൂ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കർണാടക സർക്കാർ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ അവർ കൃഷി ചെയ്തപ്പോൾ നമ്മളല്ലേ വീട് പഞ്ചായത്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഇത് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ വരികയും നമ്മളതിനകത്ത് ഇടപെടുകയും ഇവിടെ അവർ നഷ്ടപ്പെടുത്തിയ കൃഷികളെ പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നിങ്ങൾ വന്നതാണ്. അപ്പോൾ അതിനുശേഷം എനിക്ക് നമ്മുടെ മടിക്കേരി DFOD ഓഫീസിൽ നിന്നും തെളിവിൽ ചെല്ലണമെന്നും 2 പ്രാവശ്യം കത്ത് വന്നു. അപ്പോൾ ഞാൻ ഇതിനെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലാ കളക്ടറെ പോയി കാണുകയും ഈ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രസിഡന്റ് അവിടെ അതിനുവേണ്ടി പോകണ്ട, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർ തെളിവെടുക്കട്ടെ, അല്ലെങ്കിൽ ചർച്ച നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ സ്ഥലം നമ്മൾ ഇവിടെ കുറച്ച് 15ഓളം വീട്ടുകാരുണ്ടായിരുന്ന ഏരിയയാണ്. 15ഓളം വീട്ടുകാരുണ്ടായിരുന്ന ഏരിയയാണ്. കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ
അതിക്രമങ്ങൾ എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അവരിവിടുന്ന് പലപ്പോഴും മാറി താമസിക്കേണ്ടതായി വന്നിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു സ്ഥലങ്ങളുള്ളവർ അങ്ങോട്ട് മാറി, മറ്റു ചിലർ വേറെ ഇവരുടെ ശല്യം സഹിക്കാതെ വയ്യാതെ മാറി. അപ്പോൾ ഈ ഒരു ആൾ ഇവിടെ അടുത്തൊരു കടയൊക്കെ വെച്ച് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബക്കാരാണ്. അപ്പോൾ ഈ സ്ഥലം ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇപ്പോൾ നമുക്കറിയാം കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ഫോറസ്റ്റ് ഓഫീസർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അല്ല, ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ നമുക്ക് താമസിക്കാനും പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് അവിടെ മാക്കുട്ട ഭാഗത്ത് റോഡിനോട് ചേർന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ജണ്ട. പിന്നെ അത് കാലാകാലങ്ങളിൽ അവർ ഇറക്കി വെച്ച് താഴെ തന്നെയായി. ഇതെവിടെ ഇപ്പോൾ ഒരു കിടങ്ങ് അവർ തന്നെ സ്ഥാപിച്ചതുണ്ട്. ആ ഒരു ഡ്രെയിനേജിൻ്റെ ഇപ്പുറത്തേക്ക് കൂടെയാണ് ഇപ്പോൾ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാരാപ്പോൾ പുഴ അടക്കം അവരുടേതാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഒരു മാസം മുമ്പ് ഇവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ പഞ്ചായത്തിലൊരു ആവശ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് ഇതിൻ്റെ രേഖകളെല്ലാം ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇവിടെയുള്ളവരും അത് മാറിപ്പോകാൻ മാത്രമേ മാർഗ്ഗമുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ഇത് വളരെ പാവപ്പെട്ട ഒരു കുടുംബക്കാരാണ്. ഈ കാണുന്ന വീട് പഞ്ചായത്ത് അവർക്ക് വീട് പുനർനിർമ്മാണത്തിന് വേണ്ടി കൊടുത്ത് അത് ആ ഒരു ഫണ്ട് കൂടാതെ ആൾക്കാരുടെ കൂടെ സഹകരണത്തോടു കൂടി എല്ലാം ചുമക്കാൻ വറക്കാനും ബാക്കി എല്ലാത്തിനും കൂടെ സഹകരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണുള്ളത്. ഇവർ ജീവിക്കുന്നത്, ഇവർക്കൂടെ മാക്കൂട്ടത്ത് ഒരു ചെറിയൊരു കുമ്മട്ടിക്കടയുണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഭീമമായിട്ട് വരുന്ന ഒരു ചികിത്സാ ചെലവ് വഹിക്കാൻ വേണ്ടി ഈ കുടുംബം അത്ര നിർധനമായ കുടുംബം. നമുക്കറിയാം ഒരു കുമ്മട്ടിക്കടയിൽ നിന്ന് കിട്ടുന്ന ജീവിത മാർഗം എന്താണ്. അതനുസരിച്ച് അവർ രണ്ടറ്റം ഒരു വിധത്തിൽ കൂട്ടിമുട്ടി ജീവിച്ചു പോകുന്നു. രണ്ടുപേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ ഞാനിത് ഇന്നലെ തഹസിൽദാറിൻ്റെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ എന്നോട് പറഞ്ഞത് അവർക്ക് പൈസ കൊടുക്കുന്നതിന് പ്രശ്നമില്ല, അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ മാത്രം പോരാ, അവരുടെ ബാക്കിയുള്ള ചികിത്സാ ചെലവുകളെല്ലാം ഗവൺമെൻറ് ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന് ബാക്കിയുള്ള ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിലും ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഗവൺമെൻറ് സ്ഥലം ഏറ്റെടുത്ത് അവർക്ക് മറ്റൊരു ഭാഗത്ത് പുനരധിവാസം ഏർപ്പെടുത്തുകയും ചെയ്യുക. നമ്മൾ കണ്ട ഈ ഭാഗത്ത് 15ഓളം വീടുകളുണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെയുള്ളവർക്ക് ഇങ്ങനെയല്ലേ ഉള്ളൂ, അവർക്ക് അങ്ങോട്ടും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. ഇതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ റവന്യൂ അധികാരികൾ, നമ്മുടെ ഗവൺമെൻറ് ഇക്കാര്യത്തിലൊരു നിലപാട് കാണിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കണം, നമ്മൾ ഏറ്റെടുക്കണം, ഇത് നമ്മുടെ സ്ഥലമാണ്, ഇത് നമുക്ക് നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന് ഒരു ബോധ്യം ഒരു റവന്യൂ ഉദ്യോഗസ്ഥനും വരുന്നില്ല, അല്ല കളക്ടർക്ക് വരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒട്ടാകെ ഇതിനു വേണ്ടി ശബ്ദിക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി മാത്രമേ ഉള്ളൂ. വില്ലേജ് ഓഫീസർ ജസ്റ്റ് കേട്ടു അല്ലെ കണ്ടു പോയി എന്നല്ലാതെ വേറെ ആരുമില്ല. നമ്മളിത് പറയുന്നതെല്ലാം ബധിര കർണങ്ങളിലാണ് പോയി പതിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇത് മാത്രമല്ല, നമ്മൾ DFOയുടെ അടുത്ത് ശ്രദ്ധപ്പെടുത്തിയതാണ്. ഇവരാരും ഉന്നത ഉദ്യോഗസ്ഥർ, നമുക്ക് പഞ്ചായത്തിന് ഇത്രയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഇത് കാര്യത്തില്ല. അക്കാര്യത്തിൽ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ജനങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ട്, ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും സപ്പോർട്ടുണ്ട്. പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ സ്റ്റേറ്റ് ലെവലിൽ അതൊക്കെ ചർച്ച നടത്തി ഒന്നെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ കർണാടകയാണ് അവർക്ക് വിട്ടുകൊടുക്കുക. ജനത്തെ ഇവിടെ ഇട്ട് ഇങ്ങനെ ക്രൂശിക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് ഇന്നൊരു അപകടമുണ്ടായി, അപ്പോൾ നാളെ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടാം. അപ്പം ഇപ്പോൾ അപ്പുറേ നമ്മൾ ഫെൻസിങ് ചെയ്തിട്ടുണ്ട്, പഞ്ചായത്തും ത്രിതല പഞ്ചായത്തും നബാർഡ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടുന്ന് വരുന്ന ആനകളുടെ ആക്രമണങ്ങൾ കൂടും. ഇതിനങ്ങോട്ട് കടന്നു പോകാൻ പറ്റാതെ അവിടെ വരികയും അങ്ങോട്ട് വരികയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വീണ്ടും പ്രശ്നമാകും. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, സാധാരണ കർണാടക ഫോറസ്റ്റിൽ നിന്നാണ് സാധാരണ ഇങ്ങോട്ട് ആന ഇറങ്ങി വരാറുള്ളത്. പക്ഷേ ഇത് പതിവിന് വിരുദ്ധമായിട്ട് നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന്, കേരള ഫോറസ്റ്റിൽ നിന്ന് പുഴ മുറിച്ച് കടന്ന് ഇവിടെ വന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇത് കാഴ്ചപ്പെടാതെ പോയത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്ത്രീക്ക് വേറൊരു പരിക്ക് വരുവാൻ ഇടയായത്. വീട്ടമ്മയുടെ ആരോഗ്യനില അവരുടെ 4 വാരിയലുകൾക്ക് പൊട്ടലുണ്ട്. അവർ കണ്ണൂർ AKG ഹോസ്പിറ്റലിലാണുള്ളത്. വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറയത്തില്ല, എങ്കിലും അവർ ICUയിലൊക്കെയാണ് ഉള്ളത്. സാധാരണക്കാരായ ഒരു കർഷകരാണ് ഇന്നലെ ആനയാൽ ആക്രമിക്കപ്പെട്ടത്. 2018 കർണാടക വനത്തിൽ ഉരുള് പൊട്ടിയപ്പോൾ ഇവരുടെ സ്ഥലത്തും വീടിൻ്റെ മുറ്റത്ത് വരെ വെള്ളം കയറി അവർ വലിയ അപകടാവസ്ഥയിലായിരുന്നു. അന്ന് പഞ്ചായത്തും തഹസീൽദാർ അടക്കം ഇടപെട്ടിട്ടാണ് ഇവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അന്ന് സർക്കാരിന് ചെറിയൊരു സഹായമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഇവർ മാക്കോട്ടത്തൊരു കുമ്മട്ടിയൊക്കെ ആക്കിയാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സുരിച്ച എന്ന് പറയുന്ന ചേച്ചിയും അവിടെ കച്ചവട സ്ഥലത്ത് തന്നെയാണുള്ളത്. അങ്ങനെയാണ് അവർ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ആശങ്കയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇവിടെ പല കുടുംബങ്ങൾ താമസിച്ചിരുന്നു. ശിശുപാലൻ എന്നൊരു വ്യക്തി ഇവിടെ താമസിച്ചിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത വീട് പുള്ളി കഴിഞ്ഞ 2 വർഷത്തോളമായി ഫോറസ്റ്റിൽ കൂടെ നടന്നു പോയപ്പോൾ തന്നെ മരിച്ചു കിടക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഭരതൻ എന്ന വ്യക്തി അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ കുഞ്ഞു പിള്ളേരും ഒക്കെ ആയിട്ട് താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം കാര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത്
കർണാടക വനത്തിൻ്റേതാണെന്ന് പറയുകയും എന്നാൽ ഇത് കേരള സർക്കാരിന് നികുതി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂമിയാണ് ഇവരുടെ കൈവശമുള്ളത്. അപ്പോൾ ഇതിനൊരു അടിയന്തര ഒരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും വേഗം തന്നെ ഉണ്ടാവണമെന്നാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന സഹായം, സാധാരണക്കാർ സാമ്പത്തിക സഹായം എത്രയും പെട്ടെന്ന് നൽകുകയും ചെയ്യണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്നലെ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ആനയുടെ പരിക്കേറ്റ വീട്ടമ്മയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മെമ്പർ ജീപ്പ് എടുത്ത് കർണാടകത്തിലൂടെ വന്നിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. അതിന് മുമ്പ് തന്നെ 1 കിലോമീറ്ററോളം ഇവരെ ഇരുത്തിക്കൊണ്ട് ചുമന്നിട്ടൊക്കെ പോയി. അതൊന്ന് ഒന്ന് വിവരിക്കാം. ഇന്നലെ ഇവരുടെ കാർച്ച കേട്ടിട്ട് ഇതിന് പുഴയ്ക്കക്കരെ താമസിക്കുന്നവരാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ അവിടുന്ന് കാറുന്നുണ്ടെന്ന്. അപ്പോൾ എത്രയും വേഗം നമ്മുടെ സുഹൃത്തുക്കളുള്ള ജോജോയും അതുപോലെ ബാബുവും രജീഷും അവർ 3 പേര് പെട്ടെന്ന് പുഴ നീന്തി ഇക്കരെ വരാൻ തീരുമാനിക്കുകയും ഞാൻ ജീപ്പ് എടുത്ത് മാക്കൂട്ടം വഴി ഇവരെ രോഗിയെ എടുക്കാൻ വേണ്ടി വരാൻ തീരുമാനിച്ച് അങ്ങനെ പോരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ജീപ്പും കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവർ ഇവിടുന്ന് ഒരു കസേര എടുത്ത് ഈ രോഗിയെ കയറ്റി ഇത്രയും ദൂരം 1 കിലോമീറ്ററോളം ദൂരം പറഞ്ഞ ജീപ്പ് നടന്ന് അത്ര സാഹസ്യമായിട്ടാണ് വന്നത്. അപ്പോൾ അവരുടെ സേവനം, ഈ പുഴ ഈ വെള്ളത്തിൽ നീന്തി കിടന്ന അവരുടെ സേവനമാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വിലമതിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ജീപ്പിന് വന്നു. അപ്പോൾ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ അവിടെ പോരെന്ന് പറഞ്ഞ് ആനയുണ്ടെന്ന് പറഞ്ഞു. എന്നിരുന്നാലും ഈ ഒരു രോഗിയെ രക്ഷിക്കുക എന്നുള്ള ആ ദൗത്യം നമ്മൾ അതിൻ്റെ റിസ്ക് നമ്മൾ ഏറ്റെടുത്തിട്ട് തന്നെ വരികയാണ് ഉണ്ടായത്. വളരെ റിസ്ക് എടുത്തിട്ടാണ്. അതെ അതെ അതെ. കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ വീടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും അതേപോലെ തന്നെ മെമ്പർ ഉൾപ്പെടെ ഉള്ളവർക്ക് പറയാനുള്ള കാര്യം ഇതാണ്: ഒന്നിക്കൽ ഈ സ്ഥലം കർണാടകം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ഇത് കേരള സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകുക. അതോടൊപ്പം തന്നെ ആനയുടെ പരിക്കേറ്റ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മയുടെ ചികിത്സ, സാമ്പത്തിക സഹായം മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജീവൻ പണയം പെടുത്തിയാണ് ഇന്നലെ ആ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വീട്ടമ്മയെ ഇവിടെയുള്ള മെമ്പറും അതേപോലെ തന്നെ നാട്ടുകാരും രക്ഷപ്പെടുത്തിയത്. അതിന് ഒരു ബിഗ് സല്യൂട്ട്. ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ, ഏജന്റ് ന്യൂസ്. ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം, സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു. പക്ഷേ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക? ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു. അതെ, പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ്. ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ. എത്ര മനോഹരമായ ഡിസൈനുകൾ, എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ, എത്ര ഹൃദ്യമായ ഓഫറുകൾ. അതെ, എന്റെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ. മൈ ഹോം, മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ്. ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ്, പയ്യാവൂർ, കണ്ണൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.